ഗോബോൾട്ടിൻ്റെ C40 വേർഷൻ 2.0 899 രൂപയ്ക്കാണ് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഇത് കാണുന്നത്. എന്നാൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് മേടിക്കുമ്പോഴത്തേക്ക് GBOLT100 എന്ന് പറഞ്ഞൊരു കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിത് 799 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 1000 രൂപയ്ക്കുള്ളിൽ ഈ ഒരു C40 വേർഷൻ 2 മേടിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ കോളിംഗിന് ഇത് ബെറ്റർ ആണോ, ഇനി അല്ല 45 ms ലോ ലേറ്റൻസി മോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് BGMI പോലുള്ള ഗെയിമുകൾ കളിക്കാൻ പറ്റുമോ, എല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡെമോ സഹിതം കാണിക്കുന്നതാണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഇത് മേടിച്ചാൽ വർത്ത് ബൈങ് ആകോ ഇല്ല എന്നുള്ളൊരു ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള അൺബോക്സിംഗ് വീഡിയോസിനും അതുപോലെ തന്നെ ടെക് അപ്ഡേറ്റ്സിനും ഓഫർ അപ്ഡേറ്റ്സിനും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സുകൾ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇൻസ്റ്റയിലുള്ള ഡീപ് സ്റ്റോൾ വന്നാൽ അവിടെ നിങ്ങൾക്ക് മേടിക്കാം. ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ച്. പിന്നെ അവിടെ ഇയർബഡ്സുകളുടെ പ്രീമിയം ക്വാളിറ്റി, നോർമൽ ക്വാളിറ്റി കേസ് കവേഴ്സ് ഉണ്ട്, വാച്ച് സ്ട്രാപ്പുകളുണ്ട്, ഫസ്റ്റ് കോപ്പി വാച്ചസ്, ഇയർബഡ്സ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട ഡീപ് സ്റ്റോർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോബോൾട്ട് C40 വേർഷൻ 2.0. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ ആണ്, കോമ്പാക്റ്റ് ആണ്, അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് ആണ്. മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ റഫ് യൂസ് ചെയ്താൽ പോലും പെട്ടെന്ന് അങ്ങോട്ട് സ്ക്രാച്ച് ആയി പോകാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ ആ ഒരു ലിഡിൻ്റെ മുകളിലുള്ള ഭാഗം നല്ല രസമുണ്ട്, ആ ഒരു ടെക്സ്ചർ കാണാനായിട്ട്. ഗോബോൾട്ടിൻ്റെ ലോഗോ ഉണ്ട്, തൊട്ടടിയിലായിട്ടൊരു LED ഇൻഡിക്കേറ്ററും ഏറ്റവും അടിയിലൊരു Type-C പോർട്ടും കാണാം. പിന്നെ ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ഒരു ബീജ് കളറിലുള്ള ലൈൻ, ആ ഒരു കട്ടിങ്ങും നല്ല രസമുണ്ട് കാണാനായിട്ട്. 70 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം ഈ ഒരു കേസ് കവറിന്. കൂടാതെ Type-C ആയതുകൊണ്ട് ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 120 മിനിറ്റും കമ്പനി അവകാശപ്പെടുന്നത്. അതായത് 2 മണിക്കൂറും നമുക്ക് ടോട്ടൽ പ്ലേ ടൈം കിട്ടും. 5V1A ആണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ചാർജിങ് അഡാപ്റ്റർ ഇത് ചാർജ് ചെയ്യാനായിട്ട്. എന്നാൽ നമുക്കിപ്പോൾ Type-C ആയതുകൊണ്ട് തന്നെ 10 വോട്ട്സിൻ്റെ അഡാപ്റ്റർ വെച്ച് ചാർജ് ചെയ്താലും അങ്ങനെ വലിയ പ്രശ്നമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി ആ ഒരു ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതേ നമ്മുടെ ഇയർബഡുകൾ അവിടെ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ അകത്തുള്ള ആ ഒരു ബീജ് കളർ, ഒരു പ്രീമിയം ലുക്ക് അല്ലെങ്കിൽ ആ ഒരു ഫീലൊക്കെ തരുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇവർ ഇവിടെ കൊടുത്തേക്കുന്നത് ബ്ലിങ്ക് ആൻഡ് പെയർ ടെക്നോളജി ഉണ്ടെന്നുള്ളതാണ്. അതായത് ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പെയർ ചെയ്തേക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി റീകണക്ട് ആവും എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു സംവിധാനം ഞാൻ ഈ മേടിച്ച പ്രോഡക്റ്റിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം അവർ തെറ്റായിട്ടാണ് പറയുന്നത്. ഇനി ബഡുകളിലേക്ക് വരുവാണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനാണ്. ആ ഒരു ചെവിയോട് ചേർന്നിരിക്കുന്ന ഭാഗം ബീജ് കളറും ബാക്കിയെല്ലാം തന്നെ ആ ഒരു ബ്ലാക്ക് കളറാണ്. കൂടാതെ ലിഡിൻ്റെ മുകളിൽ കണ്ട ആ ഒരു ടെക്സ്ചർ ഇവിടെയും നമുക്ക് ഈ ബഡുകളിലും കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ LED ഇൻഡിക്കേറ്ററും ടച്ച് സെൻസേഴ്സും ഒക്കെ ഉണ്ട് കേട്ടോ. 13mm ബേസ് ബൂസ്റ്റഡ് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡ്സുകളും വരിക. എന്നാൽ സിംഗിൾ പ്ലേറ്റേ നമുക്ക് എത്രയാണ് കിട്ടുക, അല്ലെങ്കിൽ ഇയർബഡ്സുകൾ ചാർജ് ചെയ്യുന്ന സമയം ഒന്നും തന്നെ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. സോ നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ എത്ര മണിക്കൂർ ഇത് കിട്ടും എന്നുള്ളത് കറക്റ്റ് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇനി വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ ഇതേ വളരെ കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. ചെവിയിൽ വെക്കുമ്പോൾ തന്നെ ഒരു പാസീവ് നോയ്സ് ക്യാൻസലേഷൻ നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബഡുകളായതുകൊണ്ട് തന്നെ ഒരു ഹെവിനെസ് ഒന്നും അങ്ങനെ ചെവിയിൽ വെക്കുമ്പോഴത്തേക്ക് ഫീൽ ചെയ്യുന്നില്ല. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും ആ ഒരു വെയറിംഗ് കംഫർട്ടിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. മിക്കവാറും നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കാം. നോർമലി നമുക്ക് ഈ ബോട്ടിൻ്റെ പ്രോഡക്റ്റുകളൊക്കെയാണ് ഈ ഒരു വെയറിംഗ് കംഫർട്ട് ഇഷ്യൂ വരുന്നത്. എന്നാൽ റിയൽമി, ഗോബോൾട്ടിൽ നിന്നും ആ ഒരു പ്രശ്നം വരാറില്ല കേട്ടോ. അത് തന്നെയാണ് ഇവിടെയും എനിക്ക് എടുത്ത് പറയേണ്ടത്. വെയറിംഗ് കംഫർട്ട് എനിക്ക് പെർഫെക്റ്റ് ആണ്. പിന്നെ വെയറിംഗ് കംഫർട്ട് എന്ന് പറയുന്നത് ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലാണ്. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓക്കെയാണ്. അതാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. ഇതിപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോൾട്ട് C40 വേർഷൻ 2.0യിൽ നിന്നും ലഭ്യമാകുന്ന മൈക്ക് ക്വാളിറ്റിയാണ് ഇൻറ്റോൾഡ്. ഞാൻ വളരെ ചെറുതായിട്ടാണ് സംസാരിക്കുന്നത്. ഇതിനകത്ത് ക്വാഡ് മൈക്ക് വിത്ത് ENC ആണ്. അതായത് ഓരോ ഇയർബഡുകളും നമുക്ക് 2 മൈക്ക് വീതം കാണാൻ സാധിക്കും. എന്തായാലും ഒരു കോളിംഗ് പേർപ്പസിന് വേണ്ടി ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ അത് വർത്ത് ബൈങ് ആണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട കേട്ടോ. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരണമെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ ഉണ്ട്. AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ 100% പാട്ടാൽ പോലും ഒരു 99% പാട്ടുകളിലും ആ ഒരു ഡിസ്ട്രാക്ഷൻസ് അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ ബേസിന്റെ കാര്യത്തിൽ നോർമലി എല്ലാവരും ചോദിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മ്യൂസിക് ക്വാളിറ്റിയിൽ ബേസ് ഉണ്ടോ എന്നുള്ളതാണ്. ഇവിടേക്ക് വരുവാണെങ്കിൽ ബേസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുണ്ട്. എന്നാൽ ഒരു അപാര ബേസ് നമുക്ക് ഇവിടെ ഇല്ല. ബേസ് ഡോമിനേറ്റ് ആയിട്ടുള്ള പാട്ടുകളിൽ ആ ഒരു ബേസ് വരുന്നുണ്ട്. എന്നാൽ നമുക്ക് നോർമലി ഉള്ള പാട്ടുകളിൽ ബേസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു ഭയങ്കര വലിയ തലമണ്ട അടിച്ച് പൊളിക്കുന്ന രീതിക്കുള്ള ബേസ് നമുക്ക് കിട്ടുന്നില്ല. ഈവൻ ആ ഒരു ബേസ് ഡോമിനേറ്റ് ആയിട്ടുള്ള പാട്ടുകളിൽ പോലും അങ്ങനത്തെ ഒരു ഫീൽ കിട്ടുന്നില്ല. പക്ഷേ അടിപൊളിയായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. അതിൽ വേറൊരു സംശയമില്ല. എന്നാൽ നമ്മുടെ കഴിഞ്ഞ ദിവസം അൺബോക്സ് ചെയ്ത ബോട്ട് എയർഡ്രോപ്സ് 141 Gen 2 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ബേസ് ഇവിടെ കുറവാണ്. ഇതാരാണ് മേടിക്കുന്നത് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ, ഇനി അതല്ല പഴയ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ 100% പാട്ടിടുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എൻഹാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ബേസ്
ബേസ് ഡോമിനേറ്റ് ആയിട്ടുള്ള പാട്ടുകളും അത്യാവശ്യം നല്ല ബേസോട് കൂടിയിട്ട് തന്നെ നമുക്ക് കേൾക്കാനും സാധിക്കുന്നതാണ്. ബ്ലൂടൂത്ത് വേർഷൻ 5.4 ആണ്. കൂടാതെ IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊഡക്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ നമ്മൾ അത്യാവശ്യം നല്ല ഹെവി റെയിനിൽ ഇതുകൊണ്ട് പാട്ട് കേട്ടുകൊണ്ട് പോയാലും ഇതല്ല കുളിക്കുമ്പോൾ പോലും ഇത് ഉപയോഗിച്ചാലും അങ്ങനെ അടിച്ച് പോകത്തില്ലെന്ന കമന്റ് പറഞ്ഞത്. പിന്നെ ഉപ്പ് വെള്ളത്തിൽ വാട്ടർ ആക്ടിവിറ്റിക്ക് പോകുന്ന സമയത്ത് ഉപ്പ് വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 1 വർഷം വാറണ്ടി ഉണ്ടെങ്കിലും വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല. പിന്നെ വാറണ്ടി കിട്ടണമെങ്കിൽ അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടിയിരിക്കുന്നു gobold.co.in/warranty. ഇനി അതല്ലെങ്കിൽ അവിടെ തന്നെ ഒരു QR ഉണ്ട്, ജസ്റ്റ് QR സ്കാൻ ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അങ്ങോട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഇനി 45 ms അൾട്രാ ലോ ലേറ്റൻസി മോഡ് അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു കോമ്പാക്ട് ഗെയിമിംഗ് മോഡിലേക്ക് വന്നിട്ട് BGMI പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു സ്പ്രേ ചെയ്തിട്ട് കൈ ട്രിഗറിന് എടുക്കുമ്പോഴത്തേക്ക് സൗണ്ട് എന്തുമാത്രം സസ്റ്റെയിൻ ചെയ്യുമെന്ന് മാത്രം നോക്കിയാൽ മതിയേ. പൊടിക്കൊരു ഡിലേ എന്തായാലും സ്പ്രേ ചെയ്യുമ്പോൾ ഉണ്ട്. ഇനി സിംഗിൾ ടാപ്പ് നോക്കാം. അവിടെ വലിയ പ്രശ്നമില്ല, പക്ഷേ സ്പ്രേ ചെയ്യുമ്പോൾ കണ്ടോ പൊട്ടിക്കൊരു ഡിലേ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ഒരു ഔട്ട്പുട്ട് തന്നെയാണല്ലോ നമുക്കിവിടെ ഈ ഒരു 45 ms ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കിയിട്ട് ഗെയിം കളിച്ചപ്പോഴത്തേക്ക് കിട്ടിയത്. എന്തായാലും ഞാൻ SBC കോഡക്കിലേക്ക് വന്നതിന് ശേഷമാണ് ആ ഒരു ഗെയിം മോഡ് ഓൺ ആക്കിയത്. പിന്നെ ഗെയിം മോഡ് ഓൺ ആക്കേണ്ടത് നമ്മുടെ ടച്ച് കൺട്രോൾ വെച്ചിട്ടാണെങ്കിൽ ക്വാഡ് ടാപ്പ്, ഇപ്പോൾ ലെഫ്റ്റിലാണെങ്കിലും റൈറ്റിലാണെങ്കിലും 4 പ്രാവശ്യം ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഗെയിം മോഡിലേക്ക് പോകാൻ പറ്റും. എന്നാൽ ക്വാഡ് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും തിരിച്ച് മ്യൂസിക് മോഡിലേക്ക് മാറാൻ സാധിക്കുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളൊരു പ്രോ പ്ലെയർ ആണെങ്കിൽ ഇതുപോലുള്ള TWS യൂസ് ചെയ്ത് കളിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് വയേർഡ് ആയിട്ടുള്ള ഇയർഫോണുകൾ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു GoBold C40 വേർഷൻ 2.0 കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് 799 ആയിക്കോട്ടെ, ഇനി അതല്ല 899 ആയിക്കോട്ടെ, ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചാൽ വർത്ത് ബൈങ് ആകോ ഇല്ലെന്ന് വെച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും നല്ലൊരു ഡീല് തന്നെയാണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ. പ്രത്യേകിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ഒരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റിയും അടിപൊളിയാണ്. അതിലെടുത്ത് പറയേണ്ടത് നമ്മുടെ ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ, മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കുന്ന ഒരാൾ, എന്നാൽ ഇടയ്ക്ക് ബേസ് നല്ല ഡോമിനേറ്റ് ഉള്ള പാട്ടുകളും കേൾക്കും, അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും നല്ലൊരു ഡീല് തന്നെയാണ്. പിന്നെ മൈക്ക് ക്വാളിറ്റി നിങ്ങൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞു, ഗെയിം കളിക്കുന്നതും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. പിന്നെ മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇതാണോ നമ്മുടെ 141 Gen 2 ആണോ ബെറ്റർ എന്ന് വെച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് 141 Gen 2 തന്നെയാണ്. പിന്നെ അവിടെ എടുത്ത് പറയേണ്ടത് നമുക്ക് ആപ്പ് സപ്പോർട്ടിലൂടെ EQ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു ബോൾട്ട് ആംപ് ആപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അതിൽ EQ ഒക്കെ എന്ന് വെച്ചാൽ വളരെ മോശമാണ്, ദുരന്തം എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു EQ ഒക്കെ ചേഞ്ച് ചെയ്ത് നല്ല രീതിക്ക് പാട്ട് കേൾക്കണമെങ്കിൽ 141 Gen 2 പോകാം. അതർവൈസ് ഉറപ്പായിട്ടും ഇതും നല്ലൊരു ഓപ്ഷനാണ്. രണ്ടും നമുക്ക് 800 രൂപ 900 രൂപയ്ക്ക് കിട്ടുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആ ഇഷ്ടം ലൈക്കായിട്ട് അറിയിക്കുക, അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.